നമ്മുടെ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണ്. നമ്മൾ വായിൽ വെച്ചാൽ അലിഞ്ഞു എന്ന് പറയില്ല, അത്രയും ടേസ്റ്റിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു ചെറിയ ബൗളിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 മുട്ടയുടെ മഞ്ഞ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, പിന്നെ മുട്ട മഞ്ഞ ആയതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പാലാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു 2.5 കപ്പ് അളവിലാണ് പാൽ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് വന്നിട്ട് 250 ml ആണ് കേട്ടോ അളവ് വരുന്നത്. ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഫ്രൈ പാനിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ കേട്ടോ. ഒന്ന് കരിഞ്ഞു പോകല്ലേ, അങ്ങനെയാണെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഞാനിവിടെ ഈ ഒരു സോസ് പാനും ഫ്രൈ പാനും വാങ്ങിയിട്ടുള്ളത് ഇൻഡസ് വാലിയിൽ നിന്നാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു 4 പീസ് സെറ്റിന്റെ ആ ഒരു കോംബോ ഓഫർ കുക്ക് വെയർ സെറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് സോസ് പാൻ, ഫ്രൈ പാൻ, കടായും കൂടെ വരുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റിയിൽ. ആ ഒരു ഇൻഡസ് വാലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ട്രൈപ്ലൈ ലെയേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ കുറച്ചധികം നാൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് എന്നോ പാനെന്നോ കമന്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ആസ്പിൻ എന്നൊരു കൂപ്പൺ കോഡും കൂടി യൂസ് ചെയ്താൽ എക്സ്ട്രാ 12% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു പഞ്ചസാരക്ക് നല്ലപോലെ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു നല്ല തിളച്ച പാല് കുറച്ച് വിധമാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നന്നായി ചൂടായി വരുന്ന സമയത്ത് തന്നെ ആ ഒരു കസ്റ്റാർഡിന്റെ മിക്സ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വിധം ഒഴിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയെടുക്കാം. ഇതുപോലെ നല്ല തിക്കായി വരുന്ന സമയത്ത് നമ്മളൊന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് ടോപ്പിലേക്ക് ഞാനിവിടെ കുറച്ച് ബൂസ്റ്റും കൂടി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇത്ര അധികം ചേർക്കരുത് കേട്ടോ, കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഒന്നുകൂടി ടേസ്റ്റി ആക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്താൽ മതി. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ.